എപ്പോഴെങ്കിലും അടിപൊളി പവേഴ്സും കൂട്ടുകാരോടൊപ്പം ഒരു കിടിലൻ അഡ്വഞ്ചറുമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഒരുങ്ങിക്കോളൂ, കാരണം ഹണ്ടർ എക്സ് ഹണ്ടറിന്റെ ലോകം നിങ്ങളെ അതിശയിപ്പിക്കാൻ പോകുന്നു. ഇന്ന് നമ്മൾ സീസൺ 2 എപ്പിസോഡ് 34 പവർ ടു അവെഞ്ച് എന്ന എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നമ്മളെ വീണ്ടും കൊണ്ടുപോകുന്നത് ആവേശം നിറഞ്ഞ ഹെവൻസ് അരീനയിലേക്കാണ്. 251 നിലകളുള്ള ഈ അടിപൊളി ബാറ്റിൽ ഗ്രൗണ്ടിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഫൈറ്റേഴ്സ് അടിച്ചുപൊളിക്കുകയാണ്. അല്പം ആലോചിച്ചു നോക്ക്, അത്രയും പവർ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? ടോപ്പ് 10 ക്ലാസ്സിലെത്തിയാൽ ഗ്ലോറി മാത്രമല്ല, സ്വന്തമായി ഒരു അടിപൊളി പ്രൈവറ്റ് റൂമും കിട്ടും. അതുമാത്രമല്ല, ലെവൽ 200 കടക്കാനും എലൈറ്റിൽ ഒരാളായി തെളിയിക്കാനുമുള്ള ചാൻസും. അതിനുശേഷം ഫൈറ്റ് ചെയ്യുന്നത് ഫെയിമിനും റെപ്യൂട്ടേഷനും വേണ്ടി മാത്രം. എല്ലാവരുടെയും ലക്ഷ്യം ഫ്ലോർ മാസ്റ്റർ ആവുക എന്നതാണ്. അതോടെ കിട്ടുന്ന ഫെയിമും റെപ്യൂട്ടേഷനും ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇതൊക്കെ വെറും തുടക്കം മാത്രം. നമ്മുടെ പ്രിയപ്പെട്ട ഗോണും കിലുവയും എക്കാലത്തേക്കാളും കഠിനമായി പരിശീലിക്കുകയാണ്. അവർ തങ്ങൾക്കു വേണ്ടി മാത്രമല്ല പോരാടുന്നത്, അവരുടെ ചങ്ങാതി സുഷിക്ക് വേണ്ടിയും കൂടിയാണ്. കാരണം കുറച്ച് തെമ്മാടി കഥാപാത്രങ്ങൾ സുഷിയെ ചതിച്ചിട്ടുണ്ട്. അവരുടെ എതിരാളികളിൽ ഒരാളായ സദാസോ ഗോണിനെയും കിലുവയെയും തോൽപ്പിക്കാൻ പദ്ധതിയിടുന്നത് നമ്മൾ കാണുന്നു. അയാൾ പറയുന്നു, ഞാൻ അവരെയും വേറെ 3 പേരെയും തോൽപ്പിച്ചാൽ ഞാൻ ഫ്ലോർ മാസ്റ്റർ ആകും. പക്ഷേ ഇത് നമ്മളെ എത്തിക്കുന്നത് കിലുവയുടെ അടുത്തേക്കാണ്. പെട്ടെന്ന് സദാസോയുടെ തലയ്ക്ക് മുകളിൽ കത്തിയുമായി പ്രത്യക്ഷപ്പെടുന്നു കിലുവ. നീ തന്നെ ഉപയോഗിച്ചാൽ ഞാൻ നിന്നെ കൊല്ലും. നീ അനങ്ങിയാലും ഞാൻ നിന്നെ കൊല്ലും. ഇനി എന്റെ മുന്നിൽ വരാൻ പാടില്ല, മനസ്സിലായോ? അത് നിന്റെ വാക്കാണ്, കിലുവ തണുത്ത സ്വരത്തിൽ പറയുന്നു. അതേസമയം ഗോണിനെ മാസ്റ്റർ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. ഞാനെന്ന് വെച്ചാല് പല അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പൊന്നു പോലത്തെ ലൈഫ് എനർജിയാണ്. ഗോണ് ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ശക്തനാവുന്നു. സദാസോ എന്നാൽ കിലുവയെ ഭയങ്കരമായി പേടിച്ചിട്ട് ഹെവൻസ് അരീന വിട്ട് ഓടാൻ നിൽക്കാണ്. ഗൈഡോയോടും റൈവലിനോടും അവന് പറയുന്നുണ്ട്, ദയവ് ചെയ്തു പോകൂ. ഞാൻ ഇന്നലെ അവന്റെ മുഖം കണ്ടു. ആ കണ്ണുകള് എന്നെ പേടിപ്പിച്ചു. അവന് വളരെ ക്രൂരനാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് അവനെ വെറും ഒരു കുട്ടിയായി കണ്ടതാണ്. ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നതിന് എന്നോട് ക്ഷമിക്കണം. എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. കിലുവയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ കൂട്ടുകാരനെ ഉപദ്രവിച്ച ഗുണ്ടകളെ നേരിടുമ്പോൾ നിങ്ങൾ പിൻവാങ്ങുമോ അതോ തിരിച്ചടിക്കുമോ? സദാസോയുടെ കൂട്ടാളികളായ ഗൈഡോയും റൈവലും ഞെട്ടലിലാണ്. അവൻ പോയോ? ഇനി നമ്മൾ എന്താ ചെയ്യുക? റൈവൽ പറയുന്നു, അവൻ പോയി. പക്ഷേ ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഫ്ലോർ മാസ്റ്റർ ടൈറ്റിലിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ഫ്ലോർ മാസ്റ്റേഴ്സ് ആയാൽ നമുക്ക് റെസ്പെക്ട് കിട്ടും, നല്ലൊരു ജീവിതം കിട്ടും, കാശ് കിട്ടും, മാർഷൽ ആർട്സ് സ്കൂൾ തുടങ്ങാം. പക്ഷേ ആദ്യം കില്ലുവയെ തോൽപ്പിക്കണം. ഇനിയിപ്പോ കഥയിൽ അടിപൊളി ട്വിസ്റ്റ്. കില്ലുവ അവരുടെ പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കുമോ? അവന്മാർ ഞെട്ടിപ്പോയി. നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? മിന്നൽ വേഗത്തിലുള്ള റിഫ്ലക്സും ഐസ് പോലെ തണുത്ത മനസ്സുമായി കില്ലുവ അവന്മാരെ നേരിടുന്നു. കുറച്ച് ഗ്രൗണ്ട് റൂൾസ് വെക്കുകയാണ്. നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്താൽ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ റൂൾസ് ബ്രേക്ക് ചെയ്താൽ ഞാൻ കൊന്നുകളയും. ആ പേടി മനസ്സിൽ വെച്ചോ. ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കില്ലുവ നടന്നു പോകുന്നു. റൈവൽ ദുഷ്ടചിരിയോടെ ഗൈഡോയോട് ചോദിക്കുന്നു, ആ പൊട്ടൻ പറഞ്ഞ റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യണോ? ദിവസങ്ങൾ ആഴ്ചകളായി മാറുന്നു. ഗോണിനും കിൽവയ്ക്കും എതിരാളികളില്ല. അടുത്ത മത്സരത്തിന് 5 ദിവസം മുമ്പേ ഉള്ളൂ. ജൂൺ 1 അവർ നെന്നിന്റെയും റെന്നിന്റെയും അടിസ്ഥാനങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. ജൂൺ 2 ആയപ്പോഴേക്കും അവർ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി അവർ നിയന്ത്രിക്കാനും തുടങ്ങി. ജൂൺ 3, 4 തീയതികളിൽ അവരുടെ കഴിവ് വളരെയധികം മെച്ചപ്പെട്ടു. ജിയോ ടെക്നിക് പോലും പഠിച്ചു. മാസ്റ്റർ വിങ് ഗോണിനോട് ചോദിക്കുന്നു, എടാ ഗോണെ, നീ എല്ലാ ടെക്നിക്കുകളും പഠിച്ചു കഴിഞ്ഞല്ലോ. നിന്റെ അടുത്ത മത്സരം എപ്പോഴാ? എന്റെ മത്സരം നാളെയാണ്. ഗോൺ മറുപടി നൽകുന്നു. ഗൈഡോയ്ക്കെതിരെ എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് മാസ്റ്റർ വിങ് ചോദിക്കുമ്പോൾ ഗോൺ ഒരു ചൂണ്ടക്കമ്പ് കാണിക്കുന്നു. മാസ്റ്റർ വിങ്ങിന് ഗോണിന്റെ പ്ലാൻ മനസ്സിലാകുന്നു. ജൂൺ 5 തീയതി ഗോണും ഗൈഡോയും തമ്മിലുള്ള ഒരു മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശ്വാസം പിടിച്ച് കാണേണ്ടി വരും കേട്ടോ. കമന്റേറ്റർ അനൗൺസ് ചെയ്യുന്നു, ഈ മത്സരം ഇപ്പോൾ തീരും. ടൈം ലിമിറ്റ് ഒന്നുമില്ല. ആര് ആദ്യം ഗ്യോ ഉപയോഗിക്കുന്നോ അവർ ജയിക്കും. ഗോണിന്റെ കിടിലൻ പവറും ദൃഢനിശ്ചയവും ഗൈഡോയുടെ കറങ്ങുന്ന ടോപ്പ് ടെക്നിക്കുകളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഗൈഡോ വേഗത്തിൽ കറങ്ങിക്കൊണ്ട് പറയുന്നു, ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നിനക്കറിയാമായിരുന്നു. അതുകൊണ്ടാ ഞാൻ എന്റെ സ്പിന്നിംഗ് പവർ ഉപയോഗിച്ചത്. നീ എനിക്ക് തൊടാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നിന്നെ അനായാസം അടിക്കാൻ പറ്റും. അവൻ ഒരുപാട് സ്പിന്നിംഗ് ടോപ്പുകൾ ഗോണിന്റെ നേരെ വിടുന്നു. ഗോൺറൻ ഉപയോഗിച്ച് അവയെ തിരിച്ചു ഗൈഡോയുടെ നേരെ അയക്കുന്നു. അവ പൊട്ടിത്തെറിക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. 2 മാസം മുമ്പുള്ള ആ ദുർബലനായ ഗോൺ പോയി എന്ന് കാണികൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. കൂടുതൽ രസകരമാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഗോൺ വെറുതെ പൊരിയാറിക്കൊണ്ടല്ല പോരാടുന്നത്, ബുദ്ധിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. സുഷിയെ ഒരു കളിപ്പാവയായി ഉപയോഗിച്ചതിൽ അവൻ ദേഷ്യത്തിലാണ്. പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കില്ലുവ അത് കണ്ടോണ്ട് ആലോചിക്കുന്നുണ്ട്, അവനിപ്പോ പൊട്ടിത്തെറിക്കും, എല്ലാം തീർന്നു. ഗൈഡോ ആലോചിക്കുന്നത്, പോൾ വെച്ച് കൊളുത്തി എന്റെ സ്പിന്നിംഗ് നിർത്താനാണല്ലേ നോക്കുന്നത്, അത് പൊട്ടിന് ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്പിന്നിംഗ് തുടരുകയാണ്. ഗോൺ പോൾ എറിയുന്നുണ്ട്, പക്ഷേ കൊളുത്ത് പിഴച്ച് നിലത്ത് വീണു. ഗൈഡോ കളിയാക്കുന്നുണ്ട്, എടാ പൊട്ടാ, പിഴച്ചല്ലോ.
അപ്പോഴാണ് ഗോൺ പോൾ തിരിച്ചു വലിക്കുന്നത്. ഗൈഡോ സ്പിന്ന് ചെയ്യുന്ന നിലം അടർന്നു താഴേക്ക് പോകുന്നുണ്ട്. ഗൈഡോ നിലത്ത് വീണുകിടന്ന് കരഞ്ഞു പറയുകയാണ്, പ്ലീസ് എന്നെ വിട്. അപ്പോൾ ഗോൺ ഒരു പഞ്ച് ഗൈഡോക്ക് കൊടുക്കുന്നു. ചുറ്റും പൊടിപടലം. ഗോൺ ഗൈഡോയുടെ സ്പിന്നിംഗ് പ്രോസസ്സസ് ഒടിച്ചു കളഞ്ഞു പറയുകയാണ്, നീ എന്റെ സുഷിയെ വീണ്ടും പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈവയത്തിലൂടെ പുറത്തു വരുന്ന പഞ്ചായിരിക്കും കിട്ടാൻ പോകുന്നത്. പൊയ്ക്കോ ഇവിടുന്ന്. അങ്ങനെ ഗോൺ മാച്ച് ജയിക്കുന്നു. സുഷിയും മാസ്റ്റർ വിങ്ങും ഭയങ്കര ഹാപ്പി. ഹിസോദ അത് ടിവിയിൽ കണ്ടുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഈ പയ്യൻ നന്നായി വളരുന്നുണ്ടല്ലോ. ഗോണിന്റെ വിജയം വെറും ഒരു വിജയമല്ല കേട്ടോ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവനെ ചെറുതായി കാണാൻ നോക്കുന്നവർക്കും അവന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കാൻ നോക്കുന്നവർക്കുമൊക്കെ ഒരു മെസ്സേജാണ്. പക്ഷേ എക്സൈറ്റ്മെന്റ് അവിടെ തീരുന്നില്ല. കില്ലുവ ഒരു പുതിയ എതിരാളിയെ നേരിടാൻ പോകുന്നു, റൈവൽ. ഇവന്റെ ടെക്നിക്ക് എന്താണെന്നറിയോ? ഇലക്ട്രിഫൈഡ് വിപ്പുകൾ ഉപയോഗിച്ചുള്ള ഒരു ഡാൻസ് ഓഫ് ഡിഫൻസ്. മില്യൺ വോൾട്സ് ഇലക്ട്രിസിറ്റി ഒരു ടച്ചിൽ കിട്ടും. റൈവൽ കില്ലുവാവിനെ കണ്ട് പേടിച്ചു പോയിരിക്കുകയാണ്. ഇവൻ അണ്ടർവേൾഡിൽ ട്രെയിനിങ് എടുത്തതാണോ അതോ അസോസിയേഷന് വേണ്ടി വല്ല പണിയും എടുത്തതാണോ എന്ന് ആലോചിക്കുന്നുണ്ട്. കില്ലുവാവിന്റെ പവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ടെന്ന് റൈവൽ വിചാരിക്കുന്നു. കില്ലുവ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ഫുൾ സ്പീഡിൽ പറക്കാൻ തുടങ്ങുന്നു. റൈവലിനെ ഓറ ഉപയോഗിച്ച് ഒരു കിക്ക് കൊടുക്കാൻ നോക്കുന്നു. പക്ഷെ റൈവൽ ഒഴിഞ്ഞു മാറുന്നു. ഞാൻ ഓവർ ഇമോഷണൽ ആയിപ്പോയി, ഓവർ സ്പീഡായിപ്പോയി എന്ന് കില്ലുവ വിചാരിക്കുന്നു. റൈവൽ ഒരു പുതിയ ടെക്നിക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇതുവരെ ആരും എന്റെ നേർക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്റെ ഡാൻസ് ഓഫ് ഡിഫൻസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അറ്റാക്ക് ചെയ്യാതെയാണ് ഡിഫൻസ്. നീ വെറും ഒരു നോർമൽ പയ്യനാണ്, നിനക്ക് എന്റെ ചാട്ടവാൽ കാണാൻ പറ്റില്ല, തൊട്ടാൽ ചത്തുപോകും, റൈവൽ പറയുന്നു. പക്ഷേ കില്ലുവ സാധാരണ പയ്യനല്ലല്ലോ, ഇതിനൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ള ആളാണ്. അവൻ മുന്നോട്ട് നടക്കുന്നു. എന്താണ് ചെയ്യുന്നേ? റൈവൽ ചോദിക്കുന്നു. കില്ലുവ 2 ചാട്ടവാറുകളും പിടിച്ചുകൊണ്ട് പറയുന്നു, ഇതൊക്കെ സാധാരണക്കാർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ, ഞാൻ നോർമൽ അല്ല. പാമ്പിനെപ്പോലുള്ള ചാട്ടവാറുകളുടെ വായ കില്ലുവയെ കടിച്ചുകൊണ്ടിരിക്കുന്നു. ഷോക്ക് അടിക്കുന്നുണ്ട്. റൈവൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്തായി പൊട്ടാ, എന്റെ ചാട്ടവാർ തൊടുന്ന ആദ്യത്തെ ആളാണ് നീ, അതുകൊണ്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തരാം. 1 മില്യൺ വോൾട്ട് ഇലക്ട്രിസിറ്റി പതിയെ പതിയെ നിന്റെ ഉള്ളിലൂടെ കയറും, പിന്നെ നീ കരിഞ്ഞു ചാമ്പലാകും. കിലുവയ്ക്ക് ഇതൊക്കെ ചില്ലറക്കാര്യമാണ്. അവന്റെ ഫാമിലിയിൽ ഇതിനേക്കാൾ എത്രയോ മോശം കാര്യങ്ങളൊക്കെ പതിവായിരുന്നു. അവന്റെ പാസ്റ്റൊക്കെ ഒരു രഹസ്യമാണല്ലേ. അപ്പൊ കിലുവ ആ ചമ്മട്ടി എറിഞ്ഞു. റൈവൽ പറന്നുപോയി. പേടിച്ചുപോയ റൈവൽ ആലോചിക്കുന്നുണ്ട്, എന്തുവാ, ഞാൻ എന്തിനാ പറക്കുന്നേ? റൈവലിന്റെ നേരെ പറന്നു വന്ന കിലുവ പറയുന്നു, ഞാൻ നിന്നെ പിടിക്കാം, കുറച്ച് കറണ്ട് തരാം. റൈവൽ പറയുന്നുണ്ട്, വേണ്ട, എന്നെ തൊടല്ലേ. കിലുവ റൈവലിനെ പിടിച്ചു. തിരിച്ച് ഷോക്ക് അടിച്ചു കൊടുത്തു. കിലുവ മാച്ച് ജയിച്ചു. റൈവൽ നിലത്ത് വീണു. റഫറി അനൗൺസ് ചെയ്യുന്നു, കിലുവയാണ് വിന്നർ. കിലുവ എത്ര നന്നായിട്ടാ ഫൈറ്റ് ചെയ്തതെന്ന് എല്ലാരും അത്ഭുതപ്പെടുന്നു. ഗോൺ കിലുവയോട് പറയുന്നു, എടാ കിലുവ, നീ നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ. കിലുവ ഡയലോഗ് അടിക്കുന്നു, എടാ ഇതൊക്കെ എന്റെ വീട്ടിൽ ചെയ്യുന്നതിന് മുന്നിലൊന്നുമല്ല, അതുകൊണ്ടാ ഞാൻ എല്ലാം ഈസിയായി ബ്ലോക്ക് ചെയ്തത്. ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന പരിപാടിയല്ല, അതുകൊണ്ട് നീയൊന്നും ഇതൊന്നും ട്രൈ ചെയ്യണ്ട. ഗോൺ പറയുന്നു, ശരി, ഞാൻ ശ്രദ്ധിക്കാം. കിലുവ ചോദിക്കുന്നു, എങ്ങനെയാടാ നീ മാനേജ് ചെയ്യുക? ഗോൺ റിപ്ലൈ അടിക്കുന്നു, മാനേജ് ചെയ്തോളാം, നീ ടെൻഷൻ അടിക്കണ്ട. 2 പേരും അവിടെ നിന്ന് പോകുന്നു. ഹിസോദ അവരെ നോക്കിച്ചിരിക്കുന്നതും കാണിക്കുന്നു. അടുത്ത ദിവസം ജൂൺ 10 കിലുവയുടെയും ദൈഡോയുടെയും മത്സരമാണ്. ദൈഡോയെ കാണാനില്ല, കാരണം കഴിഞ്ഞ മത്സരത്തിൽ നല്ല അടി കിട്ടിയതുകൊണ്ട് അയാൾ വന്നിട്ടില്ല. അപ്പൊ കിലുവ ഓട്ടോമാറ്റിക്കായി ജയിച്ചു. ഇനി ഗോണിന്റെയും റൈവലിന്റെയും മത്സരം തുടങ്ങാൻ പോകുവാണ്. കമന്റേറ്റേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹിസോദ ഒരു മൂലയിൽ ഇരുന്ന് നോക്കുന്നുണ്ട്. കിലുവയോട് മത്സരിച്ച അതേ റൈവലിനോടാണ് ഇനി ഗോണിന്റെ മത്സരം. ഗോൺ വാം അപ്പ് ചെയ്ത് നല്ല ഫോമിലാണ്. റൈവല് അവന്റെ ഡാൻസ് ഓഫ് ഡിഫൻസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. നീ ഒരു സാധാരണ പയ്യനാണ്, നിനക്കൊന്നും കാണാൻ കഴിയില്ല. ഗോൺ ടൈൽസ് എല്ലാം പൊട്ടിച്ച് റൈവലിന്റെ നേരെ എറിയുന്നു. കറക്റ്റായിട്ട് അരിച്ചു കയറ്റി. റൈവല് ഡാൻസ് ഓഫ് ഡിഫൻസ് നിർത്തിയിട്ട് പെട്ടെന്ന് മാറുകയാണ്. ആ ഒരു 6 ഉപയോഗിച്ച് ഗോൺ അവന്റെ മേത്തേക്ക് ചാരിക്കിടന്ന് അവനെ അമർത്തി വെക്കുന്നുണ്ട്. ഹിസോദക്ക് ഗോണിന്റെ ഐഡിയ മനസ്സിലായി. ഡയറക്ഷൻ മാറ്റുമ്പോൾ ഡിഫൻസ് കുറയും. ഗോൺ റൈവലിന്റെ കയ്യിൽ ഭയങ്കരമായിട്ട് ഇറുക്കുന്നുണ്ട്. റൈവലിന്റെ കയ്യിലുള്ള വിപ്പ് താഴെ വീണു. ഗോൺ അത് പെറുക്കിയെടുത്തുകൊണ്ട്, ആഹാ, സ്വിച്ച് ഇവിടെയായിരുന്നു. ഗോൺ വിപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് പോലെ കാണിക്കുമ്പോൾ റൈവല് പേടിച്ച്, വേണ്ട വേണ്ട, എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങി. ഗോൺ ചിരിച്ചുകൊണ്ട്, ഞാൻ ജസ്റ്റ് വിപ്പ് ഓണാക്കിയതല്ലേ ഉള്ളൂ, നീ എന്തിനാ ഇത്രയും പേടിച്ച് കരഞ്ഞു കെഞ്ചുന്നത്? കഷ്ടം തന്നെ. റൈവല് തോറ്റു. ഗോൺ ജയിച്ചു. ഗോൺ ജയിച്ചു. എന്തൊരു കിടിലൻ മത്സരം, സുഷി പറയുന്നു. ഗോൺ തംസപ്പ് കാണിക്കുന്നു. നല്ല സന്തോഷത്തിലാണ്. പക്ഷേ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു കിടിലൻ ക്ലിഫ് ഹാങ്കറിലാണ്. ഗോൺ നടന്നു പോകുമ്പോൾ ഒരു ടണലിൽ വെച്ച് ഹിസോക്കയെ കാണുന്നു. ഹിസോക്ക പറയുന്നു, നീ കൂടുതൽ ശക്തനാകുന്നു. സമയവും സ്ഥലവും ശരിയാകുമ്പോൾ നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഞാൻ ആ ഫൈറ്റിനായി കാത്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് പോകുന്നു. ഗോൺ ഞെട്ടലിലും കൺഫ്യൂഷനിലുമാണ്. അടുത്തത്, ഞാൻ അയാളോട് ഫൈറ്റ് ചെയ്യുമോ? എനിക്ക് എങ്ങനെ അയാളോട് പൊരുതാൻ പറ്റും? ഞാൻ ഇതിനുവേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം അടുത്തു വരികയാണ്. ഹിസോക്ക ഭാവിയിലെ ഒരു പോരാട്ടത്തെക്കുറിച്ച് സൂചന നൽകുന്നു. ഗോണിനെയും നമ്മയും അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട്. ഗോൺ അത്രയും ശക്തനായ ഒരു എതിരാളിയെ നേരിടാൻ തയ്യാറാകുമോ? അപ്പം മച്ചാമാരെ, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന, ആലോചിപ്പിക്കുന്ന, സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ പ്രചോദിപ്പിക്കുന്ന ഒരു അനിമയാണോ വേണ്ടത്? എന്നാൽ ഹണ്ടർ എക്സ് ഹണ്ടറാണ് പൊളപ്പൻ ചോയ്സ്.
ഈ അടിപൊളി അഡ്വഞ്ചർ മിസ് ചെയ്യരുത്. പിന്നെ ഒരു പരിഭവവും ഉണ്ടാവില്ല. ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും അനിമേ മല്ലു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ട്ടോ. വേറൊരു എപ്പിസോഡിന്റെ കിടിലൻ ബ്രേക്ക് ഡൗണുമായി ഞാൻ ഉടനെ തിരിച്ചു വരും.